എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വലിയ വീഡിയോഗ്രാഫറോ എഡിറ്ററോ ഒന്നുമല്ല. പക്ഷെ എന്നാലും ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് കാലം തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ സ്പെൻഡ് ചെയ്യണേ എന്നുള്ളത്. അങ്ങനെ ജോക്കുട്ടനെ ചേട്ടൻ പറഞ്ഞയച്ചതിന് ശേഷം ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജോക്കുട്ടനെ റെഡി ആക്കുന്നതോടൊപ്പം തന്നെ റെഡി ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ കുരിശും വരച്ച് പോയിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ എന്തോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് തന്നെ. ചേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ചിലപ്പോൾ ചേട്ടൻ്റെ ഒപ്പം തന്നെ കഴിക്കും. ഞാൻ ആദ്യം തന്നെ വെള്ളമാണ് കേട്ടോ കുടിക്കുക. ഉലുവയും ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം. അത് നമ്മുടെ കൊളസ്ട്രോളിനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറയാം. അങ്ങനെ കുഞ്ഞി ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം കുറച്ച് നേരം അവനെ ഒന്ന് കളിപ്പിക്കണം, അല്ല എൻ്റെ മൂഡ് ഒന്നും ശരിയാവില്ല. ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറ. ഒരു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയില്ല. എന്തിനാ ഇത്ര നേരത്തെ എനിക്കിനെ? അങ്ങനെ കുഞ്ഞിനൊക്കെ ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാനും കുഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ, എന്ത് ചെയ്താൽ കഴിക്കില്ല. പിന്നെ എത്രയാണെന്ന് വെച്ചാൽ നിർബന്ധിക്കണേ. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി, ഒരു രക്ഷയില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അവന് കൊടുക്കേണ്ടത് മാത്രമാണ് അവൻ കഴിക്കണത്. എങ്ങനെയെങ്കിലും ഒന്ന് 2 വയസ്സ് വരെ പാൽ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ കൂടി നിർത്തണം, പ്രോപ്പറായിട്ട് അവൻ ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അതായത് വീട്ടിലത്തെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് മാറില്ല. ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞും എൻ്റെ കൂടെ ഇങ്ങനെ വരും. ചിലപ്പോൾ ഒക്കെ എൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് തള്ളി മാറ്റാറുണ്ട് കേട്ടോ, അവനെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ എല്ലാം പിള്ളേരുടെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെയും കുഞ്ഞി. അങ്ങനെ അടുക്കളയിലത്തെ ചെറിയ പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഞാൻ കളിക്കൂട്ടാ. കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നേരമൊന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ കൂടെ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അവന് റിപ്പീറ്റാണ്. ഒളിച്ച് കളിക്ക. എവിടെ എവിടെ എവിടെ? ദീന ഒളിച്ച് കളിക്കാണ് ഇവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലീനിങ്ങിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു. പക്ഷെ എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും കുഞ്ഞാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ എടുത്തിടും. ഇപ്പം നമ്മൾ ബ്ലാങ്കറ്റ് മടക്കി വെച്ചാലും ബ്ലാങ്കറ്റ് താഴെ ഇടും, പില്ലോ താഴെ എടുത്തിടും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. ചില സമയത്തൊക്കെ സങ്കടവും കരച്ചിലും എല്ലാം കൂടി വരും എനിക്ക്. കാരണം നമ്മൾ എത്ര ചെയ്താലും ഈ നമ്മുടെ റൂം ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യമൊക്കെ വരും. അവസാനം നമ്മളിങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിയുടെ വാശിയും എല്ലാം കാണുമ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിങ്ങനെ ഈ റൂമൊക്കെ ഒതുക്കി വെച്ചേക്കണ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് വീണ്ടും ഇതേ പഴയ രൂപത്തിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിടി അങ്ങോട്ട് വിടും. പിന്നെ ചില ദിവസങ്ങളിലൊന്നും നമുക്ക് ചെയ്യാനുള്ളൊരു മൂഡ് തന്നെ ഉണ്ടാവില്ല. ഞാനും വിചാരിക്കും എന്തെങ്കിലും ചെയ്യട്ടെ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനും നടക്കും. അങ്ങനെ ഒരു ഉച്ചയോടൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞി കളിച്ച് അവൻ ഉറങ്ങണ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ആരും ഇല്ലെങ്കിൽ അവൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. അതിനുശേഷം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ റൊട്ടി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ നിൽക്കാനായിട്ടാ. കാരണം ചോറ് ഞാൻ മാക്സിമം ഒഴിവാക്കാനായിട്ടാ നോക്കണത്. കാരണം വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് എന്തായാലും ഒഴിവാക്കണം. പിന്നെ കൂടാതെ പഞ്ചസാരയും. ഇത് രണ്ടും ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വണ്ണം കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് റൊട്ടി ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അവൻ എനിക്കില്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. നമുക്കൊരു മീ ടൈമൊക്കെ ഒരു അത്യാവശ്യ ഘടകമാണ് അല്ലേ? അപ്പോൾ റൊട്ടിയൊക്കെ ഞാനിങ്ങനെ പതുക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്ക് തലയിൽ ഹെന്ന ഇടണം. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞ് എണീറ്റത്. അപ്പം ഞാൻ എൻ്റെ എല്ലാം പ്ലാനിങ്ങും പൊളിഞ്ഞു. എന്തായാലും എടുത്തു. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ജോക്കൂട്ടൻ വന്നിട്ട് കുഞ്ഞിനെ അവൻ എന്തായാലും നോക്കും. അപ്പം പിന്നെ എനിക്ക് ഇടാനുള്ള സമയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കലിക്കൊക്കെ വെച്ചു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോൾ ജോക്കൂട്ടൻ വരുന്ന സമയമായിട്ടാ. കുഞ്ഞോട് ജോക്കൂട്ടനെ കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം പുറത്ത് പോവാണല്ലോ. ഈ അകത്തിങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുമ്പോൾ ആർക്കായാലും ഒരു ബിംബിഷ്ടം ഉണ്ടാവില്ലേ? അപ്പൊ കുഞ്ഞോട് പുറത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ് ആള്.
ബാ ഇറങ്ങ് ഇറങ്ങ്. ഇനി അവിടെ ഇരുന്നേ. അമ്മീരിക്കണ്ട പൊടി 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 ചേട്ടാ പോരും കേട്ടോ. അങ്ങനെ ജോകൂട്ടൻ്റെ ബസ് വന്നു കേട്ടോ. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോകൂട്ടനെ എനിക്ക് ആദ്യം പോയി കൊണ്ടുവരണമായിരുന്നു, അതായത് പുറത്ത് പോയിട്ട് കൊണ്ടുവരണമായിരുന്നു, പാരൻസ് ഇല്ലാണ്ട് വിടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവൻ 5ാം സ്റ്റാൻഡേർഡിലായത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുമല്ല, പുറത്ത് കുഞ്ഞിനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലുമാണ് താനും. അപ്പോൾ ഞാൻ തന്നെയാണ് ചേച്ചിയോട് പറഞ്ഞത്, അതായത് ബസ്സിലത്തെ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുള്ളൂ, കാരണം എനിക്ക് കാണാം, അവൻ വരുന്നത് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോക്കൂട്ടനെ കണ്ടപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്ലസ് ഒരു പോസിടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിക്ക്. അതിപ്പോൾ ചേട്ടൻ വന്നാലും ശരി, നമ്മുടെ ജോക്കൂട്ടൻ വന്നാലും ശരി. അങ്ങനെ ജോക്കൂട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയാട്ടോ ജോക്കൂട്ടൻ്റെ കൂടെ. കളിയുമാണ്, ജോക്കൂട്ടനെ ഉപദ്രവിക്കുകയും ചെയ്യും, അതാണ് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കറിക്കുള്ളതൊക്കെ ആയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് മീൻ വറുക്കാനായിട്ട് തേച്ച് വെച്ചു, പിന്നെ ചോറ് വെച്ചു, എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ചേട്ടൻ വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോസിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല, കാരണം കുഞ്ഞുള്ള കാരണം. ഇതിൻ്റെ ഇടയിൽ വേറെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. കാരണം വിചാരിച്ച പോലെ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ വ്ളോഗായിട്ട് ഇങ്ങനെ ഇടുന്നു മാത്രം. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അങ്ങനെ കുഞ്ഞിയുടെ അപ്പം വരുന്ന വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം വന്നപ്പോൾ ആൾക്ക് ഇത് കണ്ടില്ലേ, പോസ് കണ്ടില്ലേ അവൻ്റെ. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വന്നു കഴിഞ്ഞാൽ ചാടി പോവും അപ്പൻ്റെ അടുത്ത്. ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പോസ് ഇടലാണ്, കുറച്ച് നാണോ കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു മിനിറ്റിനുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് ഓക്കെ ആയി. പോസാണോ? പോസ് കാണിച്ചതാ? അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞി അപ്പൻ്റെ അടുത്താട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ചേട്ടനുള്ള ചായയും എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കും കേട്ടോ. സ്നാക്സ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്ക് ഉണ്ടാക്കാറില്ല. അത് സമയം അനുസരിച്ചായിരിക്കും ഉണ്ടാക്കലും ഉണ്ടാക്കാതിരിക്കലും ഒക്കെ. അങ്ങനെ കുഞ്ഞി ചേട്ടൻ്റെ അടുത്താട്ടോ ഇരിക്കാറ്. ചായ കുടിക്കുന്ന സമയത്തും ഫുഡ് കഴിക്കുന്ന സമയത്തായാലും ചേട്ടൻ തന്നെ ഇങ്ങനെ എടുത്തിരിക്കും. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ആ നേരം കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ചേട്ടൻ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മീൻ വറുക്കാൻ വെച്ചു, ഫുഡും കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടാണ്. കാരണം ജോക്കൂട്ടൻ്റെ പാൻറ് ഒന്ന് തയ്പ്പിക്കാൻ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തയ്പ്പിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ്. ഞങ്ങൾ 2-3 കൊല്ലമായിട്ട് ഇവിടുന്ന് തന്നെയാണ് തയ്പ്പിക്കുന്നത്. കാരണം റേറ്റ് അത്രയുണ്ട്, നമുക്ക് പുറത്തുനിന്ന് മേടിക്കുക വെച്ചാൽ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ ഇവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഇനി കിടക്കാനുള്ള സമയമാണ് കേട്ടോ. കുരിശും വരച്ച് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.